നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ 2026 T20 ലോകകപ്പ് വിജയം ആഘോഷിക്കുന്ന ഈ വേളയിൽ വലിയൊരു വിവാദത്തിനാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ലോകകപ്പ് കിരീടം ഭാരതത്തിന്റെ മണ്ണിലെത്തിയ ശേഷം നടന്ന ചില സംഭവ വികാസങ്ങൾക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് 1983 ലോകകപ്പ് ജേതാവ് കീർത്തി ആസാദ്. ഇന്ത്യൻ ടീമിനെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കീർത്തി ആസാദ് ഇത്രയും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്? സഞ്ജു സാംസന്റെയും മുഹമ്മദ് സിറാജിന്റെയും പേരുകൾ അദ്ദേഹം ഇതിലേക്ക് വലിച്ചിഴച്ചത് എന്തിനാണ്? നമുക്ക് ഈ വീഡിയോയിലൂടെ ആ വിവാദ പ്രസ്താവനയുടെ ഉള്ളറകളിലേക്ക് കടന്നുചെല്ലാം. ലോകകപ്പ് വിജയത്തിനു പിന്നാലെ ട്രോഫി അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചതാണ് കീർത്തി ആസാദിനെ ചുടിപ്പിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമെന്നത് ഒരു പ്രത്യേക മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ അല്ലെന്നും അത് 140 കോടി ഇന്ത്യക്കാരുടേതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 1983 കപിൽ ദേവിന്റെ കീഴിൽ ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ഉയർത്തുമ്പോൾ ആ ടീമിൽ ഹിന്ദുവും മുസ്ലിമും സിഖുകാരനും ക്രിസ്ത്യാനിയുമുണ്ടായിരുന്നു. വൈവിധ്യങ്ങളുടെ ആ ഐക്യമാണ് ഇന്ത്യയുടെ കരുത്തെന്ന് അദ്ദേഹം പറയുന്നു. ആ ട്രോഫി നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ മാതൃഭൂമിയായ ഭാരതത്തിലേക്കാണ്, അല്ലാതെ ഒരു പ്രത്യേക മതത്തിലേക്കല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കീർത്തി ആസാദ് ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം ചോദിക്കുന്നു, എന്തിനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ട്രോഫിയെ ഇങ്ങനെ വലിച്ചിഴയ്ക്കുന്നത്? എന്തുകൊണ്ട് ഇതൊരു മുസ്ലിം പള്ളിയിലല്ല? എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലല്ല? എന്തുകൊണ്ട് ഒരു ഗുരുദ്വാരയിലല്ല? ഈ ടീം പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയെയാണ്, അല്ലാതെ BCCI സെക്രട്ടറി ജയ്ഷായുടെയോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയോ കുടുംബത്തെയല്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. കായിക നേട്ടങ്ങളെ മതവുമായി കൂട്ടിയിണക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് മുൻ കിരീട ജേതാവ് കൂടിയായ കീർത്തി ആസാദിന്റെ പക്ഷം. ഈ പ്രസ്താവനയിൽ മലയാളി താരം സഞ്ജു സാംസനെയും മുഹമ്മദ് സിറാജിനെയും കീർത്തി ആസാദ് പ്രത്യേകം പരാമർശിച്ചു. അദ്ദേഹം പറയുന്നതിങ്ങനെയാണ്: മുഹമ്മദ് സിറാജ് അതൊരിക്കലും ഒരു മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചില്ല. സഞ്ജു സാംസൺ അതൊരിക്കലും ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയില്ല. സഞ്ജു സാംസണെക്കുറിച്ച് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തുപറഞ്ഞു. ഈ ലോകകപ്പ് വിജയത്തിൽ സഞ്ജുവിന് വലിയ പങ്കുവഹിക്കാനുണ്ടായിരുന്നു. കൂടാതെ ടൂർണമെന്റിലെ താരവും അദ്ദേഹമായിരുന്നു. ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും സഞ്ജു തന്റെ വിശ്വാസത്തെ ടീമിന്റെ വിജയത്തിനുമേൽ പ്രതിഷ്ഠിച്ചില്ല എന്ന് കീർത്തി ആസാദ് ചൂണ്ടിക്കാണിക്കുന്നു. 140 കോടി ഇന്ത്യക്കാരുടെ അവകാശമാണ് ഈ ലോകകപ്പ്. അതൊരു മതത്തിന്റെ മാത്രം വിജയയാത്രയ്ക്കുള്ളതല്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കീർത്തി ആസാദിന്റെ ഈ വാക്കുകൾ വന്നതോടെ സോഷ്യൽ മീഡിയ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ്. ചിലർ അദ്ദേഹത്തിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ ഇത് വെറും വിശ്വാസത്തിന്റെ കാര്യമാണെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും വാദിക്കുന്നു. എന്നാൽ ഒരു കായിക താരമെന്ന നിലയിൽ കീർത്തി ആസാദ് മുന്നോട്ടുവയ്ക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ മതേതര സ്വഭാവമാണ്. ക്രിക്കറ്റ് എന്നത് ഇന്ത്യക്കാരെ ഒരുമിപ്പിക്കുന്ന വികാരമാണ്. അവിടെ മതപരമായ ചിഹ്നങ്ങൾ കടന്നുവരുന്നത് ആ ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിരുന്നത്. സുഹൃത്തുക്കളെ, കീർത്തി ആസാദിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങൾ എന്തു കരുതുന്നു? ലോകകപ്പ് ട്രോഫി അമ്പലത്തിൽ വെച്ച് പൂജിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ കീർത്തി ആസാദ് പറഞ്ഞതുപോലെ ഇതെല്ലാ വിശ്വാസികൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണോ? സഞ്ജു സാംസണെയും മുഹമ്മദ് സിറാജിനെയും മാതൃകയാക്കി അദ്ദേഹം നടത്തിയ ഈ പരാമർശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കായിക ലോകത്തെ ഇത്തരം ഗൗരവപരമായ ചർച്ചകൾക്കും വാർത്തകൾക്കുമായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി.